നമ്മളെല്ലാവരും ഒന്ന് തിരിച്ചറിയുക. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വലിയൊരു പ്രദക്ഷിണത്തിനും വിശ്വാസ സാക്ഷ്യത്തിനുമായി നമ്മൾ നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്തുങ്കൽ എന്നത് ഒരു സംസ്കാരത്തിന് പറയുന്ന പേരാണ്. ജീവിച്ചുപോയ കടന്നുപോയ മിഷനറിമാരുടെ ജീവിത മാതൃകയാൽ വിശുദ്ധ സെബസ്ത്യാനോസിന് ഇരിക്കുവാൻ ഇരിപ്പിടം കിട്ടിയ ഒരു പുണ്യ സങ്കേതത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ്. ഈ ദിവസങ്ങളിൽ നമ്മളെ സങ്കടപ്പെടുത്തിയ രണ്ട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും പ്രസംഗത്തിൽ അങ്ങനെ പറയുക എളുപ്പവുമല്ല, രസകരവുമല്ല. ആരും ആഗ്രഹിക്കുന്ന ഒരു അമ്മയെ ക്യാൻസർ ബാധിതയാണ്, മകൻ ലഹരിക്കടിമപ്പെട്ട് അടുത്തറുത്ത് കൊന്ന എന്നൊരു ദുരന്തമാണ്. പോലീസ് ജീപ്പിൽ കയറി അത് കൊണ്ടുപോകുമ്പോൾ മാധ്യമപ്രവർത്തകരോട് ചുംബനടയാളം കാണിക്കുന്നു സുബോധമില്ലാത്തൊരു മനുഷ്യൻ. മറ്റൊരു ചെറുപ്പക്കാരൻ ഒരു വീട്ടിൽ കയറി 3 പേരെയാണ് കൊല്ലുന്നത്. ഇതെല്ലാം കാലത്തുമുണ്ട്. ഇത്തരത്തിലുള്ള ഇരുട്ട് നമുക്ക് തുടങ്ങുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണ്. വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെയുള്ള വിശുദ്ധിയുടെ രക്തസാക്ഷിത്വത്തിന്റെ മകുടം ചൂടിയ വലിയ മാതൃകകൾ ഇത്തരത്തിലുള്ള ഇരുട്ടിന്റെ ശക്തിയെ നമ്മിൽ നിന്നും അകറ്റിക്കളയാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇവിടെ തോറ്റു കൊടുക്കുന്നതും ക്ഷമിക്കുന്നതും കരുണ കാണിക്കുന്നതും എളിമപ്പെടുന്നതുമാണ് ജീവിത വിജയമെന്ന് നാം വിശുദ്ധ സെബസ്ത്യാനോസിനെ നോക്കി എളിമയോടെ പഠിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുക. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. 379ാമത്തെ ഈ മകരം പെരുന്നാളിൽ പങ്കുചേരാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നതിനെ ഓർത്ത് ഇറ്റലിയിലെ ടസ്കനി എന്ന ഒരു മേഖലയുണ്ട്. അവിടെയുള്ള പ്രായമുള്ളവർ പറഞ്ഞിരുന്ന ഒരു പഴഞ്ചൊല്ല്, വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ദിവസം നമുക്ക് അരമണിക്കൂർ കൂടുതൽ കിട്ടും. തണുപ്പ് രാജ്യമാണ്. തണുപ്പിന്റെ സമയത്ത് നേരത്തെ ഇരുട്ടാകും. ജനുവരി മാസം 20-ാം തീയതി ആകുമ്പോൾ അരമണിക്കൂർ കൂടെ വെയിൽ കിട്ടും, അല്ലെങ്കിൽ വെളിച്ചം ഉണ്ടാകും. നമ്മളിവിടെ നിൽക്കുമ്പോൾ കുറെ കൂടെ വെളിച്ചം നമ്മുടെ മനസ്സിൽ നിറയട്ടെ. ഹൃദയങ്ങൾ ഉരുകി നമ്മൾ ഈ വലിയ ഭക്തിയോടെ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധന്റെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഓർക്കണം, എത്രയോ തലമുറകൾ തങ്ങളുടെ ജീവിതത്തിന്റെ സുഖദുഃഖങ്ങൾ മെഴുതിരി പോലെ ഈ സന്നിധിയിൽ വന്ന് അർച്ചനയായി നൽകിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ബലവും വിശുദ്ധിയുമാണ് പുണ്യാളച്ചൻ്റെ അടുത്തേക്ക് നമ്മളെല്ലാവരെയും കൊണ്ടുവരുന്നത്. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മളിലൂടെ പ്രാർത്ഥനാ സഹായം ചോദിച്ച മനുഷ്യരെയും നമ്മുടെ ജീവിതത്തിലെ സുഖദുഃഖങ്ങളെയൊക്കെ നമുക്ക് സമർപ്പിക്കാം. പ്രത്യാശയുടെ തീർത്ഥാടകരാണ് നമ്മളെല്ലാം. ഈ വർഷം ജൂബിലി വർഷത്തെ വചനം പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോകും, മുറിവേൽക്കും, സങ്കടപ്പെടും. പക്ഷെ പിന്നെയും നമ്മൾ കുരിശിനെ നോക്കി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. കാരണം ആ കുരിശ് നങ്കൂരമിട്ടിരിക്കുന്നത് യേശുവാണ്. ഇന്നും ഇന്നലെയും നാളെയും ഒന്നായിരിക്കുന്ന സർവ്വ രക്ഷകനാണ്. നമുക്ക് പ്രത്യാശയോടെ ഈ യാത്ര തുടരാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.